4Kയിലാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 4K കണ്ടാൽ നല്ല ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയ സാധനം കാണിക്കുക. ഇതുകൊണ്ട് ഒരു ബോർഡ്, ഒരു വയർലെസ് ആംപ്ലിഫയർ ബോർഡാണ് ഈ കാണുന്നത്. വയർലെസ് ആംപ്ലിഫയർ ആണ്, അത് വർക്കാകുന്നില്ല, ഓണാകുന്നില്ല. ഇതെന്താണെന്നല്ലേ ഇന്നാ നോക്കിക്കോ. ഹായ്, ഇത് സോണിയുടെ ഒരു വയർലെസ് ആംപ്ലിഫയർ ആണ്. വയർലെസ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ. ഇത് വിയറ്റ്നാം മെയ്ഡാണ്. നമ്മുടെ വലിയ ഹോം തിയേറ്ററുകളുടെ പുറകിലത്തെ റയർ സ്പീക്കറിന് വെക്കുന്ന ആംപ്ലിഫയർ ആണ്. 2 ആംപ്ലിഫയറിന്റെ കണക്ഷൻ ഇവിടെ വരും. ഇവിടെ സപ്ലൈ കൊടുക്കണം. ഇത് ലിങ്ക് ചെയ്യാനും പവറും ഉണ്ട്. ഇതിപ്പോൾ ഡെഡായിട്ട് വന്നിരിക്കുകയാണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്നാണെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഇതാണ് പ്രോഡക്റ്റ്, സോണിയുടെ വയർലെസ് ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ ബോർഡിലേക്ക് കിടക്കാം. ബോർഡിൽ എന്താണ് പ്രശ്നമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കണ്ട ബോർഡ്, ഇതിനൊരു SMPS പവർ സപ്ലൈ ആണ് ആദ്യം നമ്മൾ കാണുന്നത്. ആ SMPS പവർ സപ്ലൈ കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടോ, നല്ല മെറ്റൽ കവറിലൊക്കെയാണ്, നല്ല സ്റ്റൈലായിട്ട് നല്ല സോളിഡ് സാധനമായിട്ട് തന്നെയാണ് സോണി ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നല്ല പ്ലാസ്റ്റിക് കവറ്, പിന്നെ അതിനകത്ത് നല്ല സോളിഡായിട്ടുള്ള മെറ്റൽ കവറിങ്ങും എല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ ഫ്യൂസ് കാര്യങ്ങളൊക്കെ പോയിരിക്കുകയാണ്. അതിൻ്റെ ഒരു മോസ്ഫെറ്റ് ഉണ്ട്, ആ മോസ്ഫെറ്റ് ഷോർട്ടിംഗ് ആണ് എന്ന് തോന്നുന്നു. പിന്നെ ഒരു ഡയോഡ് നോക്കിയിട്ടും, ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്, അതിന് ഷോർട്ടിങ് കാണുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഷോർട്ടിങ് എന്നുള്ളത് നോക്കി നമ്മൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തെടുക്കുകയാണ്. ബെസറടിക്കുന്നതല്ല, അപ്പോൾ ബോർഡ് പലയിടത്തും ഷോർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഒരു SMPS പവർ സപ്ലൈ ആണ്. ഒരു 25 വോൾട്ടോളം വരുന്ന, 24-ന് 28-നിടയ്ക്ക് വോൾട്ട് വരുന്ന ഒരു പവർ സപ്ലൈ ആണത്. അപ്പോൾ ആ പവർ സപ്ലൈ നമ്മൾ റെഡിയാക്കി എടുക്കാൻ നോക്കണം. ഒരേപോലെയുള്ള 2 സെറ്റ് നമുക്ക് ഒരേ ടൈമിൽ വന്നിരുന്നു. ഒരെണ്ണം നമ്മൾ പവർ സപ്ലൈ റെഡിയാക്കി എടുത്തു. അത് നോർമലായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുത്തു. R600S മോസ്ഫെറ്റ്. ബ്രിഡ്ജ് റെക്ടിഫയറും പിന്നെ മോസ്ഫെറ്റും അഴിച്ചു കഴിഞ്ഞപ്പം ബോർഡിലെ ഷോട്ടിങ് മാറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മോസ്ഫെറ്റ്. ഈ മോസ്ഫെറ്റ് ഡെഡ് ഷോട്ടാണ്. പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയറും ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് ആണെന്നാണ് മനസ്സിലാകുന്നത്. കസ്റ്റമർ ലൈറ്റ്നിങ് കുത്തിയിട്ടിട്ട് പോയാളാണ്, അപ്പം ലൈറ്റ്നിങ് ആണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഒരു 1-2 ഫ്യൂസബിളും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം പോയിട്ടുണ്ട്. മെയിൻ ഫ്യൂസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാധനങ്ങളൊക്കെ മാറ്റി അത് നമുക്ക് വർക്ക് ചെയ്ത് എടുക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ ആ മോസ്ഫെറ്റൊക്കെ ഒറിജിനൽ തന്നെ ഇട്ടു, ബ്രിഡ്ജ് റെക്ടിഫയർ ഇട്ടു, പിന്നെ പോയ വീസബിൾ ഇട്ടു. കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ സെറ്റ്, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ലൈറ്റ്നിങ് ആയിട്ട് പോകുന്ന സാധനങ്ങളുടെ കഴിവതും, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് കയറി പോകുന്ന സാധനങ്ങൾ നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ടാലും ഇതിൻ്റെ അടുത്തൊക്കെ ഒത്തിരി SMD ഡിസ്കുകളും ചെറിയ ചെറിയ ഐസികളും ചെറിയ ഡയോഡുകളും
ശരിക്കും പറഞ്ഞാൽ ഈ സിനർ ഡയോഡുകളുണ്ട്, സിനർ ഡയോഡുകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇരുന്ന് നോക്കണം. ഇതുകൊണ്ടാണ് ആരും തന്നെ ഈ പവർ സപ്ലൈ ഒക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും ആരും നന്നാക്കാതെ അതെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പുതിയ ബോർഡ് എടുത്ത് വെക്കുന്നത്. പക്ഷേ ഇത് നല്ല വിലയുള്ള ഒരു ബോർഡായതുകൊണ്ട് അതെങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ 2-ൽ ഒരെണ്ണം നമുക്ക് റെഡിയായി നല്ല ക്ലിയറായിട്ട് കിട്ടി, ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ ഒരെണ്ണം നമുക്ക് ക്ലിയറായി ഓണായി, പവർ സപ്ലൈ ഒക്കെ നമ്മൾ ഓണാക്കി, എങ്കിലും അതിൻ്റെ ആംപ്ലിഫയർ ഐസിയും കൂടെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഓൾറെഡി 2 ആംപ്ലിഫയർ ഉണ്ടല്ലോ, അതിൻ്റെ ആംപ്ലിഫയർ ഐസി ഷോർട്ടായിട്ട് പുഷ് പവർ പ്രൊട്ടക്റ്റ് വന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ആംപ്ലിഫയർ ഐസിയൊക്കെ മാറ്റേണ്ടി വന്നു. അപ്പം അങ്ങനെയൊക്കെ കുറേ ഇത് വന്നു. അങ്ങനെ ആംപ്ലിഫയർ ഒന്നും പോയിട്ടില്ല, പവർ സപ്ലൈ മാത്രമേ പോയിട്ടുള്ളെങ്കിൽ നമുക്ക് അത്രയും കഷ്ടപ്പാടും ദുരിതമൊന്നും വരികയില്ല. പിന്നെ വേറൊന്നും കിട്ടിയത് കുറേ സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, ഡിസ്കും മെയിൻ ഫിൽറ്ററും അതും ഇതുമെല്ലാം. അതും ഹൈ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ഒറ്റ ഇതായിട്ട് ഈ ബോർഡ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബോർഡായിട്ട്, സിംഗിൾ ബോർഡായിട്ട് ചെയ്യാതെ എൻ്റെ പവർ സപ്ലൈ സെപ്പറേറ്റ് ആയിട്ട് ഒരു പീസായിട്ട് ഇപ്പുറത്തോട്ട് മാറ്റി ചെയ്തിരുന്നെങ്കിൽ ഇരട്ടി എളുപ്പമുണ്ടായിരുന്നു. കാരണം നമുക്കൊരു പവർ സപ്ലൈ മാത്രം മാറിയാൽ മതിയായിരുന്നു. കമ്പനിക്കും ഞാൻ നോക്കിയിട്ട് അതായിരുന്നു ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ പവർ സപ്ലൈ കംപ്ലൈൻറ്റിന് ബോർഡ് ഫുള്ള് ഇപ്പോൾ മാറേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ പവർ സപ്ലൈ റെഡിയാക്കി വരുമ്പോഴത്തേക്കും മദർ ബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടോ, മറ്റേ ഒരു പവർ സപ്ലൈ എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ മദർ ബോർഡ് റെഡിയാണോ എല്ലാം അറിയുകയും ചെയ്യാമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു ബോർഡായിട്ട് ചെയ്യുന്നത്. അതൊക്കെ കമ്പനിക്കാരുടെ കാര്യം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോസ്ഫെറ്റ് ഷോർട്ടിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നൊരു പരിപാടിയാണ്, ഫ്യൂസിൻ്റെ അവിടെ ഒരു ബൾബ് ഇട്ടേക്കും. ഫ്യൂസിൻ്റെ അവിടെ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇനിയും ഒരു ഷോർട്ടിങ് നമ്മൾ കാണാതെ, നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടാതെ, നമുക്ക് മനസ്സിലാകാതെ, അല്ല ഔട്ട്പുട്ടിൽ എന്തെങ്കിലും സാധനം ഷോർട്ടിങ് ഉണ്ടെങ്കിൽ ഈ ബൾബ് കത്തി നിൽക്കും. അപ്പം നമ്മൾ ഇട്ട സാധനങ്ങളൊന്നും പോകാതിരിക്കും. അല്ല നമ്മൾ ഇട്ട സാധനം മോസ്ഫെറ്റൊക്കെ അറിയാം, ടെക്നീഷ്യന്മാർക്കറിയാം, ഇടുന്ന സെക്കൻഡിൽ തന്നെ 10,000 രൂപയുടെ സാധനമൊക്കെ ആ സെക്കൻഡിൽ തന്നെ ഒരു കുഞ്ഞ് ശബ്ദം പോലും ചിലപ്പോൾ കേൾക്കാതെ അടിച്ചു പോകും. അതാണ് ഈ ടെക്നീഷ്യന്മാരെ ഇതിനകത്ത് തോൽപ്പിക്കുന്നതിൻ്റെ മെയിൻ കേസ്. പലരും ഈ പരിപാടി നിർത്തി പോകുന്നതിൻ്റെ കാര്യം ഇതൊക്കെ തന്നെയാണ്. കയ്യിൽ നിന്ന് ചിലപ്പോൾ കാശ് പോവും. ഇത് ശരിയായില്ലെങ്കിൽ കസ്റ്റമർ പൈസ തരത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു ടൈം, ഇതിൻ്റെ ഒരു സർവീസിൻ്റെ ഒരു ടൈം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയാൽ, ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു 10 മണി തൊട്ട് 4 മണി വരെ പണിതാൽ അവന് ശമ്പളം കിട്ടും. അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരനൊരു ഷർട്ട് തയ്ച്ചാൽ അവന് ശമ്പളം കിട്ടും. അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് പോകുന്നവൻ അവന് വൈകുന്നേരം ആകുമ്പോൾ 1250 രൂപ 1000 രൂപയൊക്കെയാണ് ഇപ്പോൾ ശമ്പളം. ഇത് നമ്മൾ ചിലപ്പോൾ 2-3 ദിവസങ്ങൾ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു ബോർഡൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല. ഇതുകൊണ്ട് ഉപജീവനം കഴിക്കാനായിട്ടൊരു മെക്കാനിക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ബൾബ് ജസ്റ്റ് ഒന്ന് മിന്നിയിട്ട് കെട്ടുപോവുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിന്നിയിട്ട് കെട്ടുപോകും. അപ്പം ശരിക്കും പവർ സപ്ലൈ ഇപ്പോൾ വോൾട്ടേജ് വന്നിട്ടുണ്ടെന്നുള്ളതിനർത്ഥം. അഥവാ ഇനി ഷോർട്ടിങ്ങോ മറ്റ് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബൾബ് കത്തി നിൽക്കും. അപ്പോൾ നമ്മൾ വീണ്ടും ഷോർട്ടിങ് ഉണ്ടെന്ന് നോക്കി ഇതുപോലെ ഇത് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ഇത് നമ്മൾ കൈകാര്യം ചെയ്യണം. പിന്നെ ഇനി വോൾട്ടേജുകൾ നോക്കുകയാണ്. നമ്മൾ ബോർഡിൽ വരുന്ന വോൾട്ടേജിലും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഇനിയിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ സ്പീഡ് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോൾ എന്താ, ഇതിൽ ആ ബോർഡിൽ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് കാണിക്കുക. 24 വോൾട്ട്, 28 വോൾട്ട് അങ്ങനെ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേരി ചെയ്യുന്നത് എന്തെങ്കിലും വേറെ ഔട്ട്പുട്ട് ഷോർട്ടിങ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഷോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ഈ ഒരു ഡയോഡുണ്ട്. ഒരു ഡയോഡ് ഒരു വെറൈറ്റി സാധനമാണ്. 2 സൈഡിൽ നിന്ന് വന്നിട്ടൊരു ഡയോഡ്. ആ ഡയോഡ് കഴിഞ്ഞിട്ടാണ് ഈ 24 വോൾട്ട് വരുന്നത്. അപ്പോൾ ഡയോഡിൻ്റെ ഔട്ട്പുട്ടിൽ, ഇൻപുട്ടിൽ വോൾട്ടേജ് ഉണ്ടോ വരുന്നുണ്ട്. ഇൻപുട്ടിൽ AC വോൾട്ടേജ് എല്ലാം അവിടെ വരുന്നുണ്ട്. പക്ഷേ ഔട്ട്പുട്ടിലേക്ക് വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ഡയോഡിനെ ഒന്ന് മാറിയിടാമെന്നുള്ളൊരു കാര്യങ്ങൾ നോക്കുകയാണ്. അതാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈയിലൊക്കെ മെയിൻ ഫിൽറ്ററൊക്കെ നോർമൽ സൈസാണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ നന്നായിട്ടുണ്ട്. അത് പിന്നെ ഒത്തിരി
പിന്നെ 1000-ൻ്റെ ഇപ്പോൾ ഒരു 3000-ൻ്റെ കപ്പാസിറ്റർ ഇടാതെ 1035 വോൾട്ടിൻ്റെ 3-4 കപ്പാസിറ്റർ ഇട്ടിട്ട് അത് പാരൽ ചെയ്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ആ സർക്യൂട്ടൊക്കെ നല്ലതാണ്. പിന്നെ ബ്ലൂടൂത്തിൻ്റെ ബോർഡൊക്കെ ആണെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് അത് നല്ല പൊക്കി നല്ല രീതിയിൽ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ് ഗുഡ് ബോർഡാണ്. ആ സോണിയുടെ ക്വാളിറ്റി സോണി അവിടെ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോർഡൊക്കെ തന്നെയാണ്. പക്ഷേ ലൈറ്റ്നിങ്ങോ ഹൈ വോൾട്ടേജൊക്കെ വന്നു കഴിഞ്ഞാൽ ഏത് ബോർഡും പോകും, നമുക്കറിയാമല്ലോ. അപ്പോൾ നമുക്ക് ആ വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്, AC വോൾട്ടേജ് അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ DC ആയിട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഇരുന്ന് പോകുന്നുണ്ട്. അത് ശരിക്കും ആ ഒരു റെക്ടിഫയർ വഴിയാണ്, ഡ്യുവൽ ഡയോഡ് റെക്ടിഫയർ എന്നൊരു റെക്ടിഫയർ ഉണ്ട്. SMPS ചെയ്യുന്നവർക്കറിയാം. ആ ഒരു റെക്ടിഫയറാണ്, ഞാനത് കാണിക്കാം. അതിനെയാണോന്ന് നമ്മൾ ഓരോ വോൾട്ടേജ് നോക്കി അവിടെ വരുന്ന വോൾട്ടേജ് കണ്ടില്ലേ, 8 വോൾട്ട് അങ്ങനെ AC വരുന്ന വ്യത്യാസമുണ്ട്, DC വരുന്ന വ്യത്യാസമുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. 64 വോൾട്ട് ഇടയ്ക്ക് വരുന്നു, കൂടി വരുന്നു. അപ്പോൾ അത് SMPS ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ടിലുണ്ടായിരിക്കുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻസാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് പോവാം. ഞാൻ മറ്റേ ടെക്നീഷ്യന്മാരുടെ കാര്യം പറഞ്ഞില്ല. ഈ ടെക്നീഷ്യന്മാർ എല്ലാം ഇച്ചിരി സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇപ്പോൾ ഒന്നാമത് ഇപ്പോഴത്തെ സെറ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ പോലെയൊന്നുമല്ല. കേടായി കഴിഞ്ഞാൽ നന്നാക്കിയെടുക്കുക വലിയ പാടാണ്. കാരണം എല്ലാം ഒരു SMD ടെക്നോളജിയാണ്, സർഫസ് മൗണ്ട് ഡിവൈസ് ടെക്നോളജി എന്ന് പറയും. അപ്പം മറ്റേന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ കാണാൻ ഓരോന്നായിട്ട് മാറ്റിയിടാം. ഇതിപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരു ഡയോഡോ റെക്ടിഫയറോ ഡിസ്ക് എല്ലാം നമുക്ക് SMD ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ICകളും അല്ലാതെ. അപ്പം നമ്മൾ അത് മാറ്റിയിടാനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയെല്ലാം എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് ഈ വരുന്ന പാർട്സ് ജെന്യൂൻ ആണെങ്കിൽ പോലും ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണമെന്നില്ല, വേറെ എന്തെങ്കിലും ഷോർട്ടിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വന്ന് ശരിക്കും ഇപ്പോൾ ടെക്നീഷ്യന്മാർ തന്നെ ഇല്ലെന്നായി. പുതിയതായിട്ട് പഠിക്കുന്ന പിള്ളേർക്ക് ആർക്കും ഇത് ചെയ്യാൻ താല്പര്യമില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിലും പഠിച്ച ഒത്തിരി പിള്ളേർ വന്നു. അവർക്കൊന്നും ഞാനിപ്പോൾ ഇരുന്ന് ചെയ്യുന്ന പോലെ സ്ട്രെയിൻ എടുത്തൊന്നും ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർ ഈ പണി തന്നെ വിട്ട് വേറെ എന്തെങ്കിലും വിഷയം പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞ് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ശരിക്കും പണ്ടത്തെ പോലെ മനസ്തൃപ്തിയായിട്ട് നമുക്കൊരു സാധനം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പം. പണ്ടൊക്കെ നമ്മളൊരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും ഏക്കുമായിരുന്നു. ആ വർക്ക് പിന്നെ ഒരു റിപ്പീറ്റേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരികയില്ലായിരുന്നു. ഇപ്പോൾ എല്ലാം ഒരു റീപ്ലേസ്മെൻറ്റ് രീതിയിലേക്ക് വന്ന് എന്ത് സാധനം മേടിച്ചാലും എത്ര ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച സാധനമാണെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ ഒരു 10 പൈസയുടെ റെസിസ്റ്റൻസ് പോയാൽ, അല്ലെങ്കിൽ ഒരു 200 രൂപയുടെ ഒരു 500 രൂപയുടെ പോട്ടെ ഒരു 1000 രൂപയുടെ ഒരു ഐസ് പോയാൽ പോലും 20,000 രൂപയുടെ സെറ്റിൻ്റെ മെയിൻ ബോർഡ് മാറി അടുത്ത ബോർഡ് എടുത്ത് വെക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത്. ശരിക്കും അത് വാങ്ങിയ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അയാൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ എൻ്റെ കിട്ടുന്ന സെറ്റുകൾ മാക്സിമം ആ ബോർഡ് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാറുണ്ട്. അതിന് സമയം ഞാൻ നോക്കാറില്ല. പക്ഷേ സമയം നോക്കിയാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പല ദിവസത്തെ വർക്കാണ് ഇതിപ്പോൾ ഒന്നിച്ചൊരു വീഡിയോ ആക്കിയിട്ടിരിക്കുന്നത്. ഒരു ദിവസം ഒന്നിച്ചിരുന്ന് ചെയ്ത വർക്കൊന്നുമല്ല. എൻ്റെ ഡ്രസ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ദിവസവും ഈ വർക്ക് ഫിനിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ 2-3 ദിവസമെങ്കിലും മെനക്കെട്ടിട്ടുണ്ട്. ഇപ്പം 3 ദിവസം ഒരു തച്ച് പണിക്ക് പോകുന്ന ഒരാൾക്ക് 3000 രൂപ 1000 രൂപ വെച്ച് കൂട്ടിയാൽ പോലും 3000 രൂപ തച്ച് വരും. നമ്മളിവിടെ സർവീസ് ചാർജ് മേടിക്കുന്ന 750 രൂപയൊക്കെയാണ് ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യാതൊരു വിധത്തിലും നമുക്ക് പിന്നെ കറണ്ട് ചാർജ് വരുന്നു, വാടക ഉള്ളവരാണ് വാടക വരുന്നു, നമ്മുടെ ഫുഡ് കാര്യങ്ങൾ നമ്മൾ മെനക്കേട് ഇതെല്ലാം വരുന്നു. അപ്പോൾ ശരിക്കും ഒരു ലാഭകരമല്ലാത്ത ഒരു പരിപാടിയായിട്ട് സർവീസ് മാറി. ഈ ആൾക്കാരുടെ എല്ലാം വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാവുന്ന ഒറ്റ കണക്ഷനേ ഉള്ളൂ, ലൂസ് കണക്ഷൻ. എന്തോ ലൂസ് കണക്ഷനാണെന്ന് തോന്നുന്നു. ഒന്ന് നന്നാക്കാൻ പറഞ്ഞാണ് ഇപ്പോഴും ആൾക്കാർ വരുന്നത്. ലൂസ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു കണക്ഷനേ ഇല്ല. അത് ആൾക്കാരുടെ ഒരു തെറ്റായ ധാരണയാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്കകത്തില്ല. എല്ലാം നല്ല ഉഗ്രനായിട്ട് ലെഡ് ചെയ്ത് സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അതിനൊരു സാധനവും ലൂസ് വരാനുള്ള ഒരു സംഭവമില്ല. ഇപ്പോൾ SMDയും കൂടെ ആയപ്പോഴത്തേക്കും ഒരു ലൂസും വരികയില്ല. പിന്നെ അവർ ഇതിനകത്തുനിന്ന് വരാൻ പറഞ്ഞ കംപ്ലൈൻറ്റ് ശരിക്കും ജെന്യൂനായിട്ടും പാർട്സ് പോയ കേസുകൾ മാത്രമേ ഇപ്പോഴത്തെ പുതിയ സെറ്റുകളിൽ വരുള്ളൂ. പിന്നെ പാർട്സ് പകുതി വീക്കായിട്ടിരിക്കുന്ന സെറ്റുകൾ, അല്ലറ ചില്ലറ കംപ്ലൈൻറ്റ്, ആ കംപ്ലൈൻറ്റൊക്കെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം സ്ട്രെയിനും പ്രയാസം എടുത്താമെന്നറിയാം ഒന്ന് കണ്ടുപിടിക്കുന്നത്. എത്ര നേരത്തെ മെനക്കേട്. ഒന്നാമത് ഈ സാധനം കണ്ണിലിട്ടാൽ കരികരിക്കലാത്ത കൂട്ട് സാധനമാണ്, കുഞ്ഞു സാധനങ്ങളാണ്. അപ്പോൾ ഓരോ ഏരിയയിലെ വോൾട്ടേജ് നോക്കി അത്രയും നോക്കി നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സെറ്റ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ബില്ല് പറയുമ്പോഴത്തേക്കും ഇത്രവായോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷെ മറ്റുള്ള എല്ലാവരും അങ്ങനെയൊന്നുമല്ല കേട്ടോ. വളരെ കൃത്യമായിട്ട് പൈസ തരിക, അഡ്വാൻസ് വേണമെങ്കിലും തരാനും എങ്ങനെയെങ്കിലും എൻ്റെ സാധനം നല്ല വൃത്തിയായിട്ട് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ ശരിയാക്കി തരണമെന്ന് പറയുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. പിന്നെ ചില ആൾക്കാർ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടതെല്ലാം ചെയ്ത് വെച്ച് കഴിയുമ്പോൾ പറയും അത് വേണ്ടായിരുന്നു അങ്ങനെ എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരോടും എസ്റ്റിമേറ്റ് പറയും, ഇത്ര രൂപ ആവും ഏകദേശം. ചിലപ്പോൾ ഒരു 500 രൂപ മാറ്റം വരാം, കുറയാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത്രയും പ്രശ്നം വരില്ല. എന്നാലും അങ്ങനെ വർക്ക് ചെയ്ത് വെച്ച സെറ്റുകൾ ഇവിടെ എടുത്തുകൊണ്ട് പോകാതെ എത്ര എണ്ണം ഇരിക്കുന്നറിയാം. ആൾക്കാർ ചെയ്യുന്നിടം വരെ എല്ലാവരും വിളിച്ചു ചോദിക്കും ഇങ്ങനെ ചെയ്തോ എന്ന്. ഇത് ഞാൻ പറയുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, എല്ലാവരുടെയും കാര്യമൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന വർക്കിൽ 95% ആൾക്കാരും കറക്റ്റായിട്ട് ബില്ല് പേ ചെയ്യുകയും കറക്റ്റായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. പക്ഷെ ബാക്കി 5% നമുക്ക് വരുന്ന ഇൻകം അവിടെ പോവുക. പറഞ്ഞു മനസ്സിലല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോർഡ് മാറാൻ അല്ലെങ്കിൽ ഒരു പാനൽ മാറാൻ പറഞ്ഞു, അത് മാറി നമ്മൾ ആയിരക്കണക്കിന് രൂപ മുടക്കി ഇത് മാറി വെച്ച് കഴിഞ്ഞ് എടുത്തുകൊണ്ട് പോകാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചിലവിന് അല്ലെങ്കിൽ നമ്മൾ വേറൊരു സെറ്റ് നന്നാക്കി കിട്ടിയ നമ്മുടെ പണിക്കൂലി അല്ല നമ്മുടെ വരുമാനം മറ്റേ സെറ്റിൻ്റെ പാർട്സ് നമുക്ക് എന്നാണേലും ഇതെടുത്ത് വിൽക്കത്തുമില്ല, ഇയാൾ എടുത്തുകൊണ്ടും പോകത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയ ബുദ്ധിമുട്ട് നമ്മളെ പലരും ആക്കാറുണ്ട്. അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ആൾക്കാരൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ഓർത്താണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ തൊഴിലുമായിട്ട് ഒരാൾ ജീവിച്ചു പോയി ഒരു ടെക്നീഷ്യനിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നാട്ടുകാരും കൂടെ വിചാരിക്കണം. അല്ലെങ്കിൽ ഈ പരിപാടി നിന്നു പോവും. എല്ലാവർക്കും ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നാൽ പോലും ഈ സെറ്റ് ദൂരത്ത് എറിഞ്ഞ് കളഞ്ഞ് പുതിയ സെറ്റ് മേടിക്കേണ്ടി വരും. കമ്പനിക്കാരാണെങ്കിലും പറയുന്നത് അവർ ലോകത്തില്ലാത്ത ഒരു വില അങ്ങ് പറഞ്ഞേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നന്നാക്കണമെന്ന് പറയല്ലോ, അത് അവരുടെ ഒരു രീതി. പക്ഷേ എന്താണേലും ഒരു സാധനം വാങ്ങിയ ഒരാൾക്ക്, ഇപ്പം നമ്മളൊരു സാധനം വില കൊടുത്ത് വാങ്ങുന്നു, ആ സാധനം നമുക്കൊരു ന്യായമായ ഒരു കാലയളവിൽ, അതായത് ഇതിൻ്റെ വാല്യൂ ഫോർ മണി എന്ന് പറയും, ഒരു ന്യായമായ കാലാവധിയിൽ ഇത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വൻ നഷ്ടമാണ്. അത് വൻ നഷ്ടം തന്നെയാണ്. അതാണ് അതിൻ്റെ ഒരു സംഗതി. പണ്ടത്തെ കാരണന്മാരൊക്കെ ആയുഷ്കാലം ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു പല സാധനങ്ങളും മേടിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയൊന്നും നടക്കില്ല. ഇതാണ് ഇപ്പം നമ്മൾ ആ റെക്ടിഫയറിനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് ഓപ്പണായിട്ട് കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് നമ്മൾ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഡ്യുവൽ ഡയോഡാണ്. നമുക്ക് ഇതിനകത്തുനിന്ന് വരുന്ന ഒരു സപ്ലൈയെ ചില ആംബിയർ കൂട്ടാൻ വേണ്ടി 2 സൈഡിൽ നിന്നും 2 ഡയോഡ് വെച്ചിട്ട് സെൻറ്ററായിട്ട് ഔട്ട്പുട്ട് എടുക്കുന്ന പണ്ട് തൊട്ടുള്ള ഈ LED TVയുടെയൊക്കെ പവർ സപ്ലൈയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അത് പല സൈസിൽ പല ഷേപ്പിലുള്ളതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് എടുത്ത് 2 എണ്ണം സീരിയലായിട്ട് ഇടുന്നതുകൊണ്ട് ബ്രിഡ്ജായിട്ട് ഇടുന്നതുകൊണ്ട് ഇത് വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ ഡയോഡ് ഐറ്റംസ് ഉണ്ട്. കുറേ ട്രാൻസിസ്റ്റർ ആണെന്ന് കണ്ടാൽ തോന്നും, പക്ഷേ ട്രാൻസിസ്റ്റർ അല്ല, മോസ്ഫെറ്റ് അല്ല, ട്രയാക്ക് അല്ല, STR അല്ല, അങ്ങനെയുള്ള ഒരു സാധനമല്ല. അങ്ങനെയുള്ള ഒരേ ഷേപ്പിലുള്ള 3 കാലുള്ള ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോ കണ്ടും പടം കണ്ടും ഒക്കെ നമുക്ക് ആ സാധനം എന്നാന്ന് തിരിച്ചറിയാനും അതിൻ്റെ വർക്കിംഗ് എന്നാന്ന് അറിയാനുമുള്ള വിദ്യാഭ്യാസം നമുക്ക് വേണം. അത് ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്നല്ല, വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും ഉണ്ടാകുന്നതാണ്. അതിനൊന്നും ഇന്നത്തെ ആൾക്കാർ ക്ഷമിക്കാനൊന്നും തയ്യാറല്ല, അവർക്കതൊന്നും താല്പര്യമില്ല. അതുകൊണ്ടാണ് പുതിയ ടെക്നീഷ്യന്മാരും അങ്ങനെയുള്ള ആൾക്കാരും ഒന്നും വരാത്തത്. ഇതിപ്പോൾ നമ്മൾ അത് ഇപ്പോൾ വരുന്ന സെറ്റുകളുടെയൊക്കെ ബോർഡ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ സൈഡ് SMPS ആണ്. ഡ്യുവൽ സൈഡ്, അതായത് താഴേന്ന് നമുക്ക് സോൾഡറിങ് വരും, മേളിൽ നിന്നും വരും. ചിലത് മേളിൽ നിന്ന് മാത്രമേ വരുന്നു. ഇത് താഴേന്നുമുണ്ട് മേളിൽ നിന്നുമുള്ള നല്ല VCB ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം ഇത്രേ ഉള്ളൂ, ഈ സാധനം നമുക്ക് ഒന്ന് അഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭഗീതര പ്രയത്നമെന്ന് പറയും. ഭയങ്കര പാടാണ്. 2 സൈഡിലത്തെ ലെഡ് നമുക്ക് പോകണം. പിന്നെ വലിച്ചെടുക്കുന്ന ടൈപ്പ് ഗണ്ണുണ്ട്, അത് നമ്മുടെ എൻ്റെ ഇരിപ്പുണ്ട്. പക്ഷേ ഞങ്ങൾ പണ്ട് തൊട്ട് ഈ ഷീൽഡ് വെച്ച് എടുത്ത് ഒരു പാട് പോലും വീഴിക്കാതെ ഷീൽഡ് വെച്ച് സാധനം എടുത്ത് നല്ല പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ പമ്പും ഇതൊന്നും ആവശ്യമില്ല. ഇച്ചിരി ഷീൽഡ് ഇച്ചിരി ഫ്ലെക്സും ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഐസിയും പറിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അത് പുതിയ തലമുറയ്ക്ക് ബുദ്ധിമുട്ടാകുന്ന അവരെല്ലാം ആധുനിക രീതിയിലുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കും. നമ്മൾ ആ ഉപകരണം മേടിച്ച് വെച്ച് ഞാൻ നോക്കിയിട്ട് അതിനേക്കാളും സ്പീഡ് നമുക്ക് വർക്ക് തീർക്കാൻ പറ്റുന്നത്, അഴിച്ചെടുക്കാൻ പറ്റുന്നത് നമുക്ക് നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ്.
അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളിങ്ങനെ പൊതുവായിട്ടുള്ള നമ്മുടെ തൊഴിൽ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ ഞാനങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്യുന്നത് ഒരു ലാഭത്തിനോ അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു ഉപജീവന മാർഗം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്കിത് ഭയങ്കര ഒരു പാഷനാണ്, എനിക്കൊരു ഇൻട്രസ്റ്റാണ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, കേടായ ഒരു സാധനം കിട്ടിയാൽ അതെങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതിന് ഞാൻ പൈസ ഒന്നും നോക്കാറില്ല, എൻ്റെ സമയം ഞാൻ നോക്കാറില്ല, ബുദ്ധിമുട്ടുകൾ ഞാൻ നോക്കാറില്ല. അത് വർക്ക് ചെയ്തെടുക്കുമ്പോൾ, അത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം, ഒരു മാനസികമായ ഒരു സംഭവം, അത് എനിക്ക് ഇത് ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അത് എങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ അനുഭവം അതാണ്. എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ റിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലർ പറയുമല്ലോ, ചിലർക്ക് ഓരോ ഹോബീസ് പറയുമല്ലോ. അപ്പോൾ അത് എൻ്റെ ഒരു ഹോബിയാണ്. ഇലക്ട്രോണിക് സർവീസ് എന്നുള്ളൊരു ഹോബിയാണ്. ആർക്കും നന്നാക്കാൻ മേലുന്ന MBR 10300F എന്ന് പറഞ്ഞ ഡയോഡാണിത്. അതാണ് ഇതിൻ്റെ ഫോട്ടോ. നിങ്ങളതിൻ്റെ ആ പടം വരച്ചിരിക്കുന്ന നോക്കിയാൽ മനസ്സിലാവും. 2 സൈഡിൽ നിന്ന് ഒരു ഡയോഡ് വന്നിട്ട് നടുക്കൊരു ഡയോഡ്, അത് ഔട്ട്പുട്ട് വരുന്ന സാധനമാണിത്. അപ്പം നമുക്കത് ആ ഒരു രീതിയിൽ ഞാനങ്ങ് ചെയ്തു പോകുന്നുള്ളൂ ഉള്ളൂ. സത്യത്തിൽ നമ്മുടെ പഴയ കസ്റ്റമേഴ്സൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ശരിക്കും ജോലി ചെയ്യുന്ന ഒരു പരിധി വരെ. പിന്നെ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ ഒരു മാനസികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ പണ്ടത്തെ പോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. ഇപ്പോൾ നമ്മളൊരു ടൈം ഇച്ചിരി കുറച്ചിട്ടുണ്ട്. എന്നെ വരുന്ന ആൾക്കാരോട് എന്നെ വിളിച്ചിട്ട് വരിക, ഞാനുള്ളപ്പം ഞാനതേത് വർക്കാണെങ്കിൽ ചെയ്തു തരാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഡയോഡ് ഇത് ഓപ്പണാണ്, ഇതൊന്നും തന്നെ കാണിക്കുന്നില്ല. അത് ഓപ്പണായി പോയി, മറ്റേ ഹൈ വോൾട്ടേജ് വന്നപ്പോൾ വന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ ഡയോഡ്, അത് കൂട്ട് തന്നെ ഡയോഡ് എടുത്ത് നമ്മൾ അതിനകത്തിട്ട് അത് നമ്മൾ റെഡിയാക്കുകയാണ്. ഏതാണ്ട് ഡയോഡ് ഇട്ടു, സെറ്റ് ഓണായി. എങ്കിലും ഇത് കണ്ടോ, ഈ ബ്ലിങ്കിങ് എന്ന് പറഞ്ഞ സാധനം കണ്ടോ, ഇത് ബ്ലിങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും ഇത് ഒന്നെങ്കിൽ ഇത് കുത്തുന്ന സമയത്ത് ഈ സാധനം ജസ്റ്റ് നമുക്ക് ഇത് പച്ച ലൈറ്റ് കത്തും. പച്ച ലൈറ്റ് കളഞ്ഞ് ഓട്ടോ സെർച്ച് ചെയ്ത് റെഡിലേക്ക് പച്ചയായിട്ട് തന്നെ ഈ പച്ച ബ്ലിങ്കിങ് നിന്നിട്ട് ഇത് കണക്ഷൻ ആകുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇത് പിന്നിപ്പോൾ പവറുണ്ട്, പവർ ഞെക്കി നമ്മളിപ്പോൾ ഓണാക്കിയത് പച്ച തെളിഞ്ഞ് കഴിഞ്ഞിട്ട് അന്നേരം ഇത് റെഡിലേക്ക് പോകുന്നു. കാരണം നമുക്ക് മറ്റേ സ്പീക്കർ ഉണ്ടെങ്കിൽ മാത്രമേ, അതിൻ്റെ ഊഫർ കസ്റ്റമർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ പവർ സപ്ലൈ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഫങ്ഷൻ ചെയ്ത് ഇത് തീർന്നിട്ടുണ്ട്. അതിപ്പം അത് കസ്റ്റമർക്ക് കൊടുത്തു വിട്ടാൽ മതി, പുള്ളിക്ക് അത് ശരിയാവും. ഇനി അഥവാ ആയില്ലെങ്കിൽ ഈ സാധനം ഔട്ട്പുട്ട് ഷോർട്ടിംഗ് ഉണ്ട്. നമുക്ക് മദർ ബോർഡ് ബാക്കി ഭാഗങ്ങളെല്ലാം നോക്കി അത് റെഡിയാക്കി എടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചെയ്ത പവർ സപ്ലൈ ഇതിൻ്റെ വർക്ക് തീർന്നിട്ടുണ്ട്. ഇനി ഒരു വർക്ക് കൂടെ ഉണ്ട്. ഇത് സെയിം തന്നെയാണ്. അത് കുറേ സാധനങ്ങൾ ഇടിവെട്ടി പൊട്ടിത്തെറിച്ചെല്ലാം പോയ ഒരു സെറ്റാണ്. ആ സെറ്റ് നമുക്ക് അതിൻ്റെ കുറേ പാർട്സുകൾ നമ്മൾ മാറുകയാണ്. അത് മാറുന്നതാണ് ഇനി അടുത്ത വീഡിയോ കാണിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത വർക്കിലേക്ക് നമുക്ക് പോകാം. അടുത്ത ബോർഡ് ഇതാണ്. നമ്മൾ കുറേ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഴയ സാധനങ്ങളെല്ലാം നമ്മൾ അഴിച്ചു മാറ്റി പുതിയ സാധനങ്ങൾ ഇടുവാണ്. ഇത് നിങ്ങളെ ബോറടിപ്പിക്കാതെ ഞാൻ വേണം സ്പീഡിൽ ഇതങ്ങോട്ട്
എൻ്റെ ഒട്ടുമിക്കാറ് സാധനങ്ങൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഫിൽറ്റർ, ഫ്യൂസുകൾ, മോസ്ഫെറ്റ്, ഡയോഡുകൾ, പിന്നെ എല്ലാ തരം തന്നെ അതെല്ലാം ഞാൻ മാറി. ഡിസ്ക് അതെല്ലാം മാറിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ നല്ല സ്പീഡിലാണ് ഇട്ടിരുന്നത്, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ. പിന്നെ നീ മെയിനായിട്ടും എന്ന് പറഞ്ഞാൽ എന്ത് സർവീസ് കഴിഞ്ഞാലും നമ്മൾ ക്ലീൻ ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് ഐസോപ്രോപ്പിലിനിട്ട് ക്ലീൻ ചെയ്തതാണ്. അല്ലെങ്കിൽ പിന്നെ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല ഈ സ്പ്രേ പെയിൻറ്റിന് ഉപയോഗിക്കുന്ന തിന്നർ മേടിക്കണം. ആ തിന്നറിന് ഇച്ചിരി വില കൂടുതലാണ്, 200 രൂപയ്ക്ക് മേടി വിലയുണ്ട്. അപ്പോൾ അങ്ങനെ തിന്നർ മേടിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതേപോലെ ഫ്ലെക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ഇപ്പം നമ്മൾ ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമൊന്നുമില്ല, അന്നേരം കാണുമ്പോൾ ഇതായിരിക്കും. പക്ഷേ ഈ ക്ലീൻ ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു ആസിഡ് പോലത്തെ ഫ്ലെക്സും ഈ ലെഡിൻ്റെ ഇത് വരുന്നതുമെല്ലാം അതെല്ലാം അവിടെ ഇരുന്ന് ദ്രവിച്ചു പോകും. ഇത് ഓർത്തപ്പോഴാണ് ഞാൻ ഒരു കഥ ഓർത്തത്. പണ്ട് ഇത് ഇങ്ങനെ ഇത് നല്ല ക്ലീനാക്കി നല്ലപോലെ സർവീസ് ചെയ്ത് കൊടുത്തതിൻ്റെ പേരിൽ സാധനം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് കസ്റ്റമർ പരാതിയായിട്ട് വന്ന ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അയാളെ വെല്ലുവിളിച്ചിട്ട് അയാളെ മുമ്പിൽ വെച്ച് തന്നെ ഈ അഴിച്ചു മാറിയ ഒരു പണ്ടത്തെ ഒരു സോണിയുടെ കാർശേരിയുടെ കഥയായിരുന്നു. ഞാനിപ്പോഴും മറന്നിട്ടില്ലത്. കാരണം നമുക്ക് മാറിയത് നമുക്കറിയാം. അയാൾ നോക്കിയിട്ട് ഏതോ ഒരു ടെക്നീഷ്യൻ പറയോ ഇതേലൊന്നും ചെയ്തിട്ടില്ല, ഇവരിത് അഴിച്ചിട്ട് പോലുമില്ല, റിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. റിപ്പയർ ചെയ്യാനുള്ള അയാളെ മാനാന്തരം ഇത് കുത്തിപ്പറിക്കാന്നുള്ള. പിന്നെ അത് അഴിച്ച് ഞാനൊന്നുകൂടി ഇട്ട് കാണിച്ചു കൊടുത്ത് അയാളെ ബോധ്യപ്പെടുത്തി. അപ്പം നമ്മുടെ വർക്ക് തീർന്നിട്ടുണ്ട്. ഇത് പണിതാന്ന് പോലും തോന്നത്തില്ല, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റിൻ്റെ ഓക്കെ ആണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ബ്ലൂടൂത്തിൽ ഇത് പ്ലേ അടിച്ച് ഇത് ലിങ്കായി. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ S40 എന്ന് പറഞ്ഞ ഈ സെറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഡിസ്പ്ലേ ഇപ്പോൾ ഈ സെറ്റിൻ്റെയും ഡിസ്പ്ലേ ഇതുണ്ട്. ഇപ്പോൾ ഈ പടത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന സെറ്റിൻ്റെയും ഡിസ്പ്ലേ വർക്കിംഗ് അല്ല. ഇത് മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ വരും. പിന്നെ ഡിസ്പ്ലേ ഇല്ലാത്ത വേറെ രീതിയിലൊക്കെ ചെയ്യാൻ പല സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ ഈ കോമൺ ആയിട്ടുള്ള S40യുടെ ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്. ഇത് പോയ പലരും കാണും, ഞാൻ മിക്കവാറും കാണുന്നിടത്തൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഇത് ഒരു ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ OLED ഡിസ്പ്ലേ ആണ്. OLED ഡിസ്പ്ലേകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്കും കൂടെ അടിച്ചേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.